കേരളത്തിൽ അടിവേരിളക്കുക എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിനുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ട്. അത് ദേശീയ തലം മുതൽ ഇങ്ങ് ജില്ലാ അടിസ്ഥാനത്തിൽ വരെ, അല്ലെങ്കിൽ ഒരുപക്ഷെ പഞ്ചായത്ത് തലത്തിൽ വരെ അതിൻ്റെതായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. തീർത്തും സംഘടിതമായ അഥവാ നല്ല സംഘടനാ സംവിധാനത്തോടു കൂടിയുള്ള നീക്കം എന്ന് പറയാം. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി 70,000-ൽ പരം വോട്ടുകൾ നേടി മിന്നും വിജയം വരിച്ചത്. അത് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ്. ഇനി വരാനിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളാണ്. പ്രത്യേകിച്ചും 3 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഒന്ന് വയനാട്, മറ്റൊന്ന് പാലക്കാട്, മറ്റൊന്ന് ചേലക്കരയും. വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയും സ്വാധീനവുമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി ഇവിടെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് തന്നെ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കാത്തത് അല്പം കൗതുകം ഉണർത്തുന്നുമുണ്ട്. ചേലക്കര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു LDFന്റെ കോട്ട തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ കെ രാധാകൃഷ്ണനേക്കാൾ അധികം വോട്ട് ശതമാനം ഉയർത്താനായിട്ട് രമ്യ ഹരിദാസിന് സാധിച്ചു എന്നത് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ചേലക്കര ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിന് പ്രതീക്ഷ ഏറെയാണ്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അഥവാ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. അഭിമാന പ്രശ്നം കൂടിയാണ് ചേലക്കര ലോക്സഭാ മണ്ഡലം. അടുത്ത ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാടിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് അത്ര കണ്ട് തന്നെ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്നുണ്ടാകുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾക്ക് അതിശക്തമായ വെല്ലുവിളിയായി ബി.ജെ.പിയും ഉണ്ടാകും. ആലപ്പുഴയിൽ 3 ലക്ഷത്തോളം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ച് മണ്ഡലം പിടിച്ചെടുക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. ഇതിനായി പ്രധാനമന്ത്രി മോദി അടക്കം കേന്ദ്ര നേതാക്കൾ പാലക്കാടെത്തി പ്രചാരണം നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സംസ്ഥാനത്ത് 1 ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുകയും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും പാലക്കാട് ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമെത്തി. പുറമെ 26 നിയമസഭാ മണ്ഡലങ്ങളിൽ 35,000-ലേറെ വോട്ടുകൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ആത്മവിശ്വാസത്തോടെ ബി.ജെ.പി പ്രചരണത്തിന് ഇറങ്ങുന്നത് മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പീരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പി ആണ്. മാത്തൂരും പീരായിരിയും UDF ആണ് ഭരിക്കുന്നത്. കണ്ണാടി മാത്രമാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത്. ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ വൻ വോട്ട് വർധന നേടിയ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും പാലക്കാട് സ്വദേശിയുമായ C. കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ പേരുകൾ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്നാണ് നിലവിലെ വിവരങ്ങൾ. ജയസാധ്യതകൾ വിലയിരുത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് 9,707 വോട്ടിന്റെ ലീഡുണ്ട്. 2ാം സ്ഥാനത്ത് ബി.ജെ.പി ആണ്. അതേസമയം യുവ നേതാവായ രാഹുൽ മാങ്കുട്ടത്തിലിനെയാണ് കോൺഗ്രസ് പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ C. ശ്രീധരനായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി. അന്ന് കേവലം 3,859 വോട്ടുകൾക്കാണ് ജയം നഷ്ടമായത്. കൃഷ്ണകുമാറിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,707 വോട്ടിനാണ് 2ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ മുന്നിട്ട് നിന്ന മെട്രോമാൻ E. ശ്രീധരനെ അവസാന ലാപ്പിലാണ് ഷാഫി പറമ്പിൽ മറികടന്നത്. 2016-ൽ 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വിജയിച്ചത്. 57,559 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടിയിരുന്നു. 40,076 വോട്ടുകൾ നേടി ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രൻ 2ാമതും എത്തിയിരുന്നു. CPM-ന്റെ NN കൃഷ്ണദാസ് 38,675 വോട്ട് നേടിയാണ് 3ാമതെത്തിയത്. 2011-ൽ ഷാഫി പറമ്പിൽ 7,403 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ മുന്നേറ്റം നടത്താനായതിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് പിടിച്ചെടുത്ത നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. മത്സരിക്കുന്നിടത്തെല്ലാം തന്നെ വോട്ട് വർധന ഉണ്ടാക്കാനാകുമെന്നതും പാലക്കാട് നേരത്തെ മത്സരിച്ച് പരിചയമുള്ളതും ശോഭയ്ക്ക് അനുകൂല ഘടകങ്ങളാകും. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത്. 2011 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ 3ാമതായിരുന്ന പാർട്ടിയെ 2ാം സ്ഥാനത്തെത്തിക്കാൻ ശോഭാ സുരേന്ദ്രനായി. 2011-ൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 19.86% വോട്ടുകളായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. 2016-ൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം 29.08% ഉയർത്തുകയായിരുന്നു. ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയം നേടിയെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിലെത്തിച്ചു. NDAക്ക് വലിയ സ്വാധീനമില്ല എന്ന് കരുതിയ മണ്ഡലങ്ങളിൽ എതിരാളികളെ ഞെട്ടിച്ചു. വോട്ട് വീതം 17.24% നിന്ന് 28.3%. പാലക്കാട്ടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ ശോഭ 2,48,081 വോട്ടാണ് നേടിയത്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ BJP കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ആ സ്ഥാനാർത്ഥിക്കായി ദേശീയ നേതാക്കളടക്കം തന്നെ പ്രചരണത്തിൽ ഇറങ്ങുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.